വെൽക്കം ടു RK's Stories. ഇനിയും ഈ വഴിയെ 19. സന്തോഷും ശരത്തും അനിതയും താമരയും അവരോടൊപ്പം കീർത്തിയും നേത്രയും ചേർന്ന് വീടിൻ്റെ മുൻവശത്തിരുന്ന് അടുത്ത ദിവസം നടത്തുന്ന റിസപ്ഷനിടയിൽ അവതരിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ദേടി, അത് നോക്കിയേ! കീർത്തി പറഞ്ഞത് കേട്ടാണ് എല്ലാവരും ഗേറ്റിലേക്ക് ശ്രദ്ധിച്ചത്. ആ വലിയ ബൈക്ക് ഓടിച്ചു കൊണ്ടുവരുന്ന ആമ്പലിനെ കണ്ട് ബാക്കിയുള്ളവർ അത്ഭുതത്തോടെ നിന്നപ്പോൾ അനിയും താമയും ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ അവിടെ തന്നെ ഇരുന്നതേയുള്ളൂ. ഇവള് ബൈക്കൊക്കെ ഓടിക്കുമോ? സന്തോഷ് അത്ഭുതം കൂറി. എൻ്റെ സന്തോഷേട്ടാ, അവൾ എല്ലാ ബൈക്കും ബുള്ളറ്റും നിങ്ങളെക്കാളൊക്കെ ഭംഗിയായി ഓടിക്കും. അതൊക്കെ പഠിപ്പിച്ചത് വേറെ ആരുമല്ല, അവളുടെ പുറകിലിരിക്കുന്ന ആ കോന്തൻ തന്നെയാണ്. അനിത ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ആണോ? അത് കൊള്ളാലോ. നേരെ നോക്കിയ അടിയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുമല്ലേ? ശരത് ചോദിച്ചു. ബൈക്കിൽ നിന്നും ഇറങ്ങുന്ന ആമ്പലിനെയും മഹിയെയും നോക്കിക്കൊണ്ട് താമി പറഞ്ഞു. അവർ തമ്മിലുള്ള ബന്ധമെന്താണെന്ന് സത്യത്തിൽ ആർക്കും അറിയില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും രണ്ടും തമ്മിൽ തല്ലും. എന്നാലോ അതിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ മറ്റാരേക്കാളും കൂടുതൽ അതിലിടപെടുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്യുന്നത് മറ്റേയാളായിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞുനാൾ മുതൽ രണ്ടും പരസ്പരം ഉപദ്രവിക്കുമെങ്കിലും മൂന്നാമതൊരാൾ അവരിൽ ആരെയെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ മറ്റേയാൾ സമ്മതിക്കുകയുമില്ല. ഇൻട്രസ്റ്റിംഗ്. ശരത് അത്ഭുതം കൂറിക്കൊണ്ട് നോക്കുമ്പോഴേക്കും രണ്ടുപേരും വരാന്തയിലേക്ക് കയറിയിരുന്നു. അമ്മച്ചിമാര് രണ്ടും കൂടെ വരാന്തയിലിരുന്ന് സൊള്ളുകയാണോ? കുഞ്ഞുങ്ങളെന്തേ? വരാന്തയിൽ അളിയന്മാരുടെ അടുത്തേക്ക് കയറിയിരുന്നു കൊണ്ട് മഹി ചോദിച്ചു. രണ്ടും അമ്മമ്മമാരുടെ അടുത്തുണ്ട്. ഞങ്ങൾ നാളത്തെ പാർട്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു, ശരത് പറഞ്ഞു. ഓ, അതിത്ര സംസാരിക്കാൻ എന്തിരിക്കുന്നു എന്നു. ഇന്നലെ രണ്ടും കൂടി ആദ്യ രാത്രി ആഘോഷിച്ചതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതുപോലെ വല്ലതുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വേറെ പ്രോഗ്രാമൊന്നും അറേഞ്ച് ചെയ്യണ്ടല്ലോ എന്ന് ആലോചിച്ചതാ. നേത്ര ഇടക്കു കയറി കളിയാക്കി. മഹി അവളെ നോക്കി കണ്ണുരുട്ടി. പോടി പോടി, തരത്തി പോയി കളിയടി. ചട്ടിയും കലവുമൊക്കെ ആവുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. ആമ്പലിനെ നോക്കി അവൻ പറഞ്ഞു. ഇല്ലേ മണിക്കുട്ടിയെ? മതിയടാ ഒലിപ്പിച്ചത്. നേത്ര പറഞ്ഞത് ഇഷ്ടപ്പെടാതിരുന്ന ആമ്പൽ അതിൻ്റെ ദേഷ്യം മഹിയോട് തീർത്തു. ചായ റെഡിയായോ ആവോ, വിശന്നിട്ട് വയ്യ. എന്താ അല്ലേ? വയറും തടവി അവൻ അകത്തേക്ക് രക്ഷപ്പെടുന്നത് കണ്ട് ബാക്കിയുള്ളവർ ചിരിയടക്കി. അകത്ത് മുതിർന്നവർ ചായ കുടിക്കുകയായിരുന്നു. കൂട്ടത്തിൽ അമ്മമ്മയും ഉണ്ട്. നിളക്കുഞ്ഞും ആദിക്കുട്ടനും ലക്ഷ്മി അമ്മായിയുടെയും രാധാമ്മയുടെയും അടിയിലിരുന്ന് അവർ വായിൽ വെച്ച് കൊടുക്കുന്ന ദോശയുടെ ചെറിയ കഷ്ണങ്ങൾ കുഞ്ഞരിപ്പല്ലുകൾ കൊണ്ട് കടിച്ചു നോക്കി കഴിക്കുന്നുണ്ട്. ആ, നിങ്ങളെത്തിയോ? വാ, ചായ കുടിക്ക്. അകത്തേക്ക് കയറി ചെന്ന മഹിയെ കണ്ട് രാധാമ്മ ചോദിച്ചു. മണിക്കുട്ടി എവിടെ? ഒഴിഞ്ഞിരുന്ന കസേര വലിച്ചിട്ടിരുന്ന് ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ദോശ ഇടുന്നതിനിടയിൽ അവൻ പറഞ്ഞു. അവൾ പുറത്തുണ്ട്. ഡാ, പോയി അവളെയും വിളിച്ചോണ്ട് വാടാ. അമ്മാവൻ പറഞ്ഞത് കേട്ട് അവൻ മെല്ലെ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും ആമ്പലും അകത്തേക്ക് കയറി വന്നു. അത് കണ്ടതോടെ മഹി മുഖം കുനിച്ചിരുന്ന് ദോശയിലേക്ക് ചമ്മന്തി കോരി ഒഴിച്ചു. ആ കൈയൊന്ന് കഴുകിയിട്ട് കഴിക്കും മഹി. അമ്മ പറഞ്ഞത് കേട്ട് അവനൊന്ന് ഇളിച്ചു കാട്ടി. ഓ, എന്തിന്? എന്തായാലും തിന്നു കഴിഞ്ഞിട്ട് കൈ കഴുകണ്ടേ അമ്മ? അതും പറഞ്ഞിട്ടവൻ ആരെയും ശ്രദ്ധിക്കാതെ ഇരുന്ന് ദോശ കഴിക്കുന്ന അമ്മമ്മയുടെ നേർക്ക് തിരിഞ്ഞു. ഹലോ കള്ള ബടുക്കൂസ്, എന്താണൊന്നും മിണ്ടാതിരിക്കുന്നേ? അടുത്തതായിട്ട് ആരെയും കുപ്പിയിലിറക്കാനുള്ള ഐഡിയകൾ വല്ലതും ആലോചിക്കുവാന്നോ? അവൻ ചോദിച്ചത് കേട്ടിട്ടും അമ്മമ്മയ്ക്ക് വലിയ ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല. അതിനിടയിൽ ആമ്പൽ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് 2 ദോശയും കുറച്ച് ചമ്മന്തിയും എടുത്തൊഴിച്ച ശേഷം അതുമായി അവിടെ നിന്നും പോകാനൊരുങ്ങി. നീ ഇതെങ്ങോട്ട് പോണ്? അമ്മാവൻ ശബ്ദമുയർത്തി. ഞാൻ മറ്റേ TV-യിലെ ഈ ബാലവീർ കാണാനായിട്ട്. അവൾ നിന്ന് താളം ചവിട്ടി. എവിടെ ഇരുന്ന് കഴിക്കടി, അവളുടെ ഒരു ബാലവീർ. അമ്മാവൻ ചീറിയതോടെ അവൾ ചൂല് പോലെ മഹിയുടെ അടുത്തുള്ള കസേര വലിച്ചിട്ട് അതിലേക്കിരുന്ന് കഴിക്കാൻ തുടങ്ങി. ബാലവീറോ? അതാര്? ബിന്ദു ചെറിയമ്മ ഇരുന്ന് കണ്ണുമിഴിച്ചു. എൻ്റെ ബിന്ദു
അതാ കൊച്ചു ടി വിയിലുള്ള പിള്ളേരുടെ ഒരു സീരിയലാ. ലക്ഷ്മി അമ്മായി പറഞ്ഞത് കേട്ട് ചെറിയമ്മ താടിക്ക് കൈവച്ച് ആമ്പലിനെ നോക്കി. എന്നാൽ എൻ്റെ ആമ്പു ഈ പ്രായത്തിലും. വായ നിറച്ചും ദോശയുമായി അവൾ ചെറിയമ്മയെ നോക്കി ഇളിച്ചു കാട്ടി. മഹി കൈയൊന്നു മടക്കി മസില് കാട്ടിയിട്ട് പറഞ്ഞു, എന്തിനാണ്ടി നീ ഇനി ആ ബാലവീറിനെയൊക്കെ കാണുന്നേ? ഇനി ഞാനല്ലേ മോളെ നിന്റെ ബാലവീർ. കീറ് കിട്ടാണ്ട് എണീറ്റ് പോടാ, കണ്ടേച്ചാലും മതി. നീ കൂടി കൊളക്കോഴി. കൊളക്കോഴി നിന്റെ ഡീ എന്തോന്നാ രണ്ടും കൂടെ പിന്നെ തുടങ്ങിയോ? അമ്മായി കൈ ഓങ്ങിയതോടെ അവൾ പാത്രവും കയ്യിലെടുത്ത് കസേരയോടുകൂടി പുറകോട്ടു മാറി. എന്തോന്ന് അമ്മ ഇത്? ഞാൻ അവന് ദോശ വേണമെന്ന് ചോദിച്ചതല്ലേ? ഇല്ലടാ. ആ, ഒരു 2 ദോശ കൂടി ഇങ്ങിട്ടേ മോളെ. അവനും അവസരത്തിനൊത്ത് ഉയർന്നു. എടുത്തു കൊടുക്കടി കൊച്ചിന്. അമ്മായി കൽപ്പിച്ചതോടെ അവൾ 2 ദോശ എടുത്ത് അവൻ്റെ പ്ലേറ്റിലേക്കിട്ടു. ഇഞ്ഞ ഏറ്റി. ഇച്ചിരി ചമ്മന്തിയും കൂടി ഒഴിച്ചേക്ക് ചേച്ചി. എന്തോ നടാ നീ മണിക്കുട്ടിയെ വിളിച്ചേ? ചേച്ചിന്നോ? അതോടെ രാധാമ്മയും ചാടി എഴുന്നേറ്റു. ഹോ എടി, നീ ഹൈദരാബാദിന് പോകുമ്പോൾ ഞാനും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നാ ശരിയാകത്തില്ല, ബ്ലഡി ഗ്രാമവാസീസ്. അതിനിടയ്ക്ക് ഭാഗീരഥി അമ്മ കഴിച്ച് എഴുന്നേറ്റു. അച്ചമ്മ കൈകഴുകാനായി പോകുന്നത് കണ്ടതും ആമ്പൽ വേഗം കഴിച്ച് ചായയും എടുത്തു കുടിച്ച ശേഷം അച്ചമ്മയുടെ പുറകെ ചെന്നു. അവൾ അമ്മമ്മയുടെ പുറകെ പോകുന്നത് നോക്കിയ ശേഷം മഹി അമ്മയുടെ നേരെ തിരിഞ്ഞു. അച്ഛനും ചെറിയച്ഛനും എവിടെ പോയമ്മേ? അവര് രണ്ടും കൂടി ആ ഹാളിലേക്ക് പോയിട്ടുണ്ട്. അവിടെ കുറച്ച് ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് ശരിയായോ എന്ന് നോക്കാൻ പോയതാ. കൈതാരത്ത് ഇന്ന് നേത്രം മാത്രമേ വന്നുള്ളൂ അമ്മായി. കാലത്തെ വരാൻ പറഞ്ഞതാ മഹിക്കുട്ട. വിനയൻ എന്തോ നല്ല സുഖമില്ലാത്തതുപോലെ. അവര് വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് ചെറിയമ്മയും പറഞ്ഞു, കീത്തൂനും നല്ല സുഖമില്ലാത്ത പോലെയാ. ഇന്ന് കാലത്ത് എഴുന്നേറ്റപ്പോൾ തൊട്ട് തലവേദനയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഡോളോ കഴിച്ചിട്ടിരിക്കുക അവള്. ഭാഗീരഥി അമ്മ മുറിയിൽ ചെന്ന് കഴിക്കാനുള്ള മരുന്നുകൾ എടുക്കുമ്പോൾ അകത്തേക്ക് വന്ന അമ്പൽ വാതിൽ ചാരിയിട്ട് അച്ചമ്മയുടെ അടുത്തു ചെന്നിരുന്നു. ഇനി എന്താ? അച്ചമ്മ അവളുടെ മുഖത്ത് നോക്കാതെ ചോദിച്ചു. ഈ കണ്ട പണിയെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ചോദിക്കുന്ന കേട്ടില്ലേ ഈ എന്താന്ന്? അച്ചമ്മയുടെ മുഖത്തേക്ക് നോക്കിയേ. അവൾ അച്ചമ്മയുടെ താടിക്ക് പിടിച്ച് മുഖം അവൾക്ക് നേരെ തിരിച്ചു. ഹാ, എന്തോന്നാ മണിക്കൂട്ടി ഇത്? നീ പോയേ, ഞാൻ ഈ മരുന്നൊക്കെ ഒന്ന് കഴിക്കട്ടെ. അതൊക്കെ കഴിക്കാം. ആദ്യം അച്ചമ്മ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറയും. എന്തു ചോദ്യം? എന്തിനാ എന്നോടും അവനോടും അച്ചമ്മ കളവ് പറഞ്ഞത്? ഞാനെന്ത് കളവ് പറഞ്ഞെന്നാ നീ പറയുന്നേ? എനിക്ക് അവനെയും അവന് എന്നെയും ഇഷ്ടമാണെന്ന് അച്ചമ്മയല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ അത് കളവല്ലല്ലോ. കളവല്ലെന്നോ? അതേടി, നിനക്ക് അവനെയും അവന് നിന്നെയും ഉള്ളിൽ ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഇന്നേ വരെ നിങ്ങൾ രണ്ടാളും അത് തിരിച്ചറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. നിങ്ങളെ രണ്ടിനെയും പെറ്റിട്ടതേ എൻ്റെതേ ഈ കയ്യിലേക്ക. നിന്റെയൊക്കെ ഉള്ളിൽ എന്താണെന്ന് നിന്നേക്കാളൊക്കെ നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അച്ചമ്മക്ക് അറിയാവുന്നതല്ലേ എനിക്ക് സൂരജിനെ ഇഷ്ടമായിരുന്നു എന്ന്. അറിയാം, പക്ഷേ അവൻ നിന്നെ വേണ്ടെന്ന് വെച്ചപ്പോ നിനക്ക് എന്താ തോന്നിയത്? ദേഷ്യം. അവൾ ഒട്ടും സംശയിക്കാതെ മറുപടി പറഞ്ഞു. എടി പെണ്ണെ, പ്രണയമെന്നു പറഞ്ഞാൽ ഇതൊന്നുമല്ല. അങ്ങനെ ഉള്ളു നിറഞ്ഞൊരു പ്രണയം നിങ്ങൾ തമ്മിലുണ്ടായിരുന്നെങ്കിൽ അവൻ നിന്നെ വേണ്ടെന്ന് പറയുകയുമില്ല. അവനില്ലാതെ നിനക്കൊന്ന് ശ്വാസം കഴിക്കാൻ പോലും പറ്റുകയുമില്ല. അച്ചമ്മ പറയുന്നത് കേട്ട് അവൾ കണ്ണുകൾ മിഴിച്ച് നോക്കിയിരുന്നു. എനിക്ക് വിഷമമില്ലെന്നാണോ അച്ചമ്മ പറയുന്നത്? അവൾ ചോദിച്ചു. എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതൊക്കെ സഹിക്കാൻ പറ്റുന്ന വിഷമമേ ഉള്ളൂ. അച്ചമ്മ അവളുടെ കൈയെടുത്ത് മടിയിൽ വെച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു. കാലം വായിക്കാത്ത മുറിവുകളില്ല മോളെ.
അല്ലെങ്കിൽ തന്നെ നിന്നെ വേണ്ടെന്ന് വെച്ച ഒരുത്തനെയും മനസ്സിലിട്ട് എത്ര നാൾ നടക്കാൻ കഴിയും? മഹി നിന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ യഥാർത്ഥ പ്രണയം എന്താണെന്ന് നീ തിരിച്ചറിയും. അച്ചമ്മ അവളെ ചേർത്തു പിടിച്ച് നെറുകയിലുമ്മ വെച്ചപ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തുടരും. എല്ലാവരും ടപേ ടപേന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സുഖം, സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കും ഒരു സുഖം. അത്രേ ഉള്ളൂ. ഇനിയും ഈ വഴി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കൂ. ആ പ്രൊഫൈലിൽ ഒരു കുത്തു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. See you